നമസ്കാരം. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനം വന്നാൽ എത്ര മലമറിക്കുന്ന പ്രശ്നവും പരിഹരിക്കാൻ കഴിയും. വിട്ടുവീഴ്ച എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ അതിനിടയിൽ ഞാൻ വലുത് എന്നുള്ള ആ ഒരുതരം ഈഗോയാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുന്നതിന് കാരണം. പിന്നെ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പും അത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കാട്ടിയിട്ട് വോട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതൊക്കെ ഇന്നത്തെ കാലത്തൊരു വിഷയമാണ്. ഇത്തരത്തിൽ വിഷയങ്ങളിൽ പെട്ടുകൊണ്ട് ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്ന ഒരു 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 വിഷയമാണ് മലയിടം തുരുത്ത് ഭൂമി തർക്കം എന്ന് പറയുന്നത്. അത് കേരള രാഷ്ട്രീയത്തെയും പൊതുസമൂഹത്തെയും ഒക്കെ ഒരുപോലെ അസ്വസ്ഥമാക്കിയിട്ടുള്ള ഒരു വലിയൊരു വിഷയമാണ്. അത് പക്ഷേ ഇപ്പോൾ ശുഭകരമായിട്ട് അത് പര്യവസാനിച്ചിരിക്കുകയാണ്. ആർക്കും ഒരു വിഷയമില്ലാത്ത വിധത്തിൽ എല്ലാവരുടെയും അവരവരുടെ ഈഗോ അവർ മടക്കി വെച്ച് ആരും തോറ്റതുമില്ല, ആരും ജയിച്ചതുമില്ല. എന്നാൽ എല്ലാവരും ഒരുമിക്കുകയും ചെയ്തു. ആർക്കും ഒരു വിഷയവുമല്ല എന്ന നിലയിൽ അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതൊരു വലിയ കാര്യമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ വസ്തുനിഷ്ഠമായി സംസാരിച്ചു കഴിഞ്ഞാൽ പക്ഷം ചേരാതെ സംസാരിക്കാനും അതിന് ഇരു കൂട്ടരെയും കേൾക്കാനും ആളുണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പക്ഷേ പക്ഷം ചേർന്നുകൊണ്ട് പ്രശ്നം വഷളാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത്. ഇവിടെ ശുഭകരമായി ഈ മലയിടം തുരുത്ത് ഭൂമി തർക്കം അവസാനിപ്പിച്ച അതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മന്ത്രി റോജി എം ജോൺ, അതുപോലെ VP സജീന്ദ്രൻ, മുഖ്യമന്ത്രി PD സതീശൻ, സർക്കാർ, പിന്നെ ഈ സർക്കാർ UDF സർക്കാർ, ഇവരൊക്കെ വലിയ വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കിഴക്കമ്പലത്തിനടുത്താണ് ഈ മലയിടം തുരുത്ത് പരിയാത്തുകാവ് കോളനി. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് വലിയ അശാന്തിയാണ്, കടുത്ത അശാന്തിയാണ്. അവിടുത്തെ 7 ദളിത് കുടുംബങ്ങൾ, അവർക്ക് വേറെ പോകാൻ ഇടമൊന്നുമില്ല. ഇത് ആരാന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവരുടെ മുത്തച്ഛൻ അങ്ങനെയൊന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പിടിച്ചടക്കിയതാണെന്ന് പറയുന്നുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷെ ഇവരെങ്ങോട്ട് പോകും? അവർക്ക് വേറെ സ്ഥലം വേണ്ടേ? അവർ നിവൃത്തിയുമില്ല, തെരുവിലേക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു ഉറങ്ങാനൊരിടം, അന്തി ഉറങ്ങാനിടം, തലചായ്ക്കാനൊരിടം, അതിനുവേണ്ടി അവരും സമരത്തിലാണ്. സ്വന്തം ഭൂമിയാണ് ഞങ്ങളത് എന്ന അവകാശത്തിൽ അവരും വാശിയിലാണ്. ഈ വാശിന്റെ ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമാണ്. 7 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവും വന്നിട്ടുണ്ട്. ഏതാണ്ട് 60 വർഷത്തോളമായി അവർ ജീവിച്ച മണ്ണ് വിട്ടു നൽകാൻ അവർ തയ്യാറുമല്ല. ഞങ്ങളുടെ ജീവനെടുത്ത് ഈ മണ്ണിൽ നിന്ന് മാറ്റാനാകൂ, ഞങ്ങളെ പിടിച്ചിറക്കാൻ കഴിയൂ എന്ന ഒരു ഉറച്ച നിലപാടിലാണ് ഈ കുടുംബങ്ങളെല്ലാം. ഈ 60 വർഷത്തെ പഴക്കമുള്ള തർക്കം കഴിഞ്ഞ 10 വർഷം സമയമുണ്ടായിട്ടും തുടർഭരണം കിട്ടിയിട്ടും പിണറായി സർക്കാർ പൂർണ്ണമായി അവഗണിക്കുകയാണ്. ഒരു കാര്യം അതിന്റെ പേരിൽ എടുത്തിട്ടില്ല. തരുമ്പും അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കൂടി ചിന്തിക്കുമ്പോഴാണ് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചിന്തിച്ചു പോണത്. ഈ സർക്കാർ, VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വെറും 1 മാസം ആകണുള്ളൂ. 10 കൊല്ലവും 16 കൊല്ലമൊന്നും ആയിട്ടില്ല. വെറും 1 മാസം. ഈ 1 മാസം തികയുന്ന ഈ സമയത്ത് ഈ പ്രശ്നം സമ്പൂർണമായിട്ട് ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന വിധത്തിൽ അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. വലിയൊരു തലവേദനയാണ്, ഒരു അഗ്നിപരീക്ഷയാണ് എന്നതുകൊണ്ടാണല്ലോ ഇതിനു മുമ്പത്തെ സർക്കാർ അതിൽ കൈവയ്ക്കാതിരുന്നത്, തൊടാതിരുന്നത്. അത് പക്ഷേ വളരെ എളുപ്പത്തിൽ ഒരു മുള്ള് എടുക്കുന്ന ലാഘവത്തോടെ ഈ സർക്കാർ പരിഹരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സങ്കീർണമായി ഇത്തരം ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുക എന്നത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ആഴ്ച അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തിയപ്പോൾ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളത് നമുക്കറിയാം. വലിയ സംഘർഷവും ഉന്തും തള്ളും ഒക്കെയായി. ഈ സമയത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം നടന്നതെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ. കാരണം 10 കൊല്ലം ഇവിടെ ഭരിച്ചിരുന്ന CPM അവർ പ്രതിപക്ഷത്തിരുന്നിട്ട് ഇപ്പോൾ ഇവരുടെ സംരക്ഷകരായി രംഗത്ത് വരികയാണ്. അവർ ഭരണപക്ഷത്തിരുന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ. അതിന് കഴിഞ്ഞ ഒരു 15 കാലം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് UDFന്റെ പ്രതിനിധികളും അവിടെ കൂടിയ ജനക്കൂട്ടവും ചോദിച്ചു നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾ ഉറങ്ങായിരുന്നോ എന്ന്. UDFന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു ഗതിയുമില്ലാതെ ഉത്തരം മുട്ടി അവർ ഇറങ്ങി ഓടുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്റെ 2.65 ഏക്കർ 2 ഏക്കർ 65 സെന്റ് ഭൂമി കാളുകുറുമ്പൻ എന്ന ഒരാൾ അന്യായമായി കൈവശപ്പെടുത്തി എന്ന് കാണിച്ച് കണ്ണൂത്ത് ശങ്കരൻ നായർ 58 വർഷം മുമ്പ് ഫയൽ ചെയ്ത ഒരു കേസാണ്. 58 വർഷം മുമ്പ് 2023 മുതൽ 15 തവണയാണ് ഇവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുള്ളത്. കേസ് സുപ്രീം കോടതി വരെ നീണ്ടു. ഒടുവിൽ ശങ്കരൻ നായർക്ക് അനുകൂലമായി വിധി വരികയും ചെയ്തു. ഇതോടെ നിയമം നടപ്പിലാക്കേണ്ട ബാധ്യത സർക്കാരിന്റെ മേലായി. ഇവിടെയായിരുന്നു സർക്കാരിന് പലതും ചെയ്യാൻ പറ്റുന്നത്. അതുവരെ ഇതൊരു സ്വകാര്യ വിഷയമാണ് എന്നുണ്ടെങ്കിലും നിയമം നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കണം. അപ്പോൾ അത് സർക്കാരിന്റെ ഒരു വിഷയമായി വരും, സർക്കാരിന്റെ ഉത്തരവാദിത്തമായി വരും. അവിടെ വേണമെങ്കിൽ സർക്കാർ ഇടപെടാമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എന്നാൽ UDF സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെയാണ് അടുത്ത ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഒരു വിഷയവും കൂടി കോടതി ഉത്തരവും മറ്റു കാര്യങ്ങളുമായിട്ട് വന്നത്. സ്വാഭാവികമായിട്ടും ഈ സർക്കാരിന് ഞങ്ങൾ കണ്ടില്ല എന്ന് കരുതി നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ കേസിൽ ഇടപെടുന്നതും ഇപ്പോൾ ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നു. എറണാകുളം കളക്ടറേറ്റിൽ മന്ത്രി റോജി എം ജോണിന്റെയും VP സജീന്ദ്രന്റെ ഒക്കെ നേതൃത്വത്തിൽ
രണ്ട് വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി അവർ പലതവണ രഹസ്യ ചർച്ചകൾ നടത്തി. ഈ ചർച്ചയുടെ വിവരങ്ങൾ അപ്പക്കപ്പോ മുഖ്യമന്ത്രി വി ഡി സതീശനെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അതായത് ഈ ആളെ അറിയ പാമ്പ് ചാവൂല എന്ന് പറയുന്നത് പോലെ ഒരുപാട് പേരെ ഇതിനകത്ത് ബന്ധപ്പെടുത്തിയില്ല. അങ്ങനെ ബന്ധപ്പെടുത്തുമ്പോഴാണല്ലോ ഇത് കുളമായി പോണത്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത് CPM അറിഞ്ഞതേ ഇല്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുഭാഗത്തുനിന്ന് കൂടി തിരികെ വെച്ചിട്ട് ഈ പ്രശ്നം വഷളാക്കാൻ നോക്കും. കാരണം അവർ ചില അജണ്ടകൾ പറയും, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ. ഇത് പരിഹരിക്കപ്പെടില്ലെന്നേ. ഈ രണ്ട് വിഭാഗങ്ങളെയും സമവായത്തിൽ എത്തിക്കണം. ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം. ഒരാൾ സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരാൾ പിടിവാശിയുടെ കാര്യത്തിലൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യിക്കണം. അതിന് വസ്തുനിഷ്ഠമായിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാർ വേണം. അത്തരത്തിലൊരു ചർച്ച നടക്കുമ്പോൾ അതിലേക്ക് ഈ രാഷ്ട്രീയ തിമിരം ബാധിച്ചവരെ പിടിച്ചു കയറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏതായാലും ആ ചർച്ചയ്ക്ക് പുരോഗമനം ഉണ്ടായി. 7 കുടുംബങ്ങൾക്കും 5 സെന്റ് ഭൂമി വീതം ആ ഭൂവുടമ വിട്ടു നൽകണമെന്നുള്ള ഫോർമുല സർക്കാർ മുന്നോട്ട് വെച്ചു. പക്ഷെ അത് എവിടെ നൽകും എന്നതിൽ പിന്നെ തർക്കമുണ്ടായി. അതിനും പരിഹാരമാണല്ലോ. ഏതായാലും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ നീണ്ട മാരത്തോൺ ചർച്ചയ്ക്കൊടുവിൽ രണ്ടു പക്ഷവും ഒരു വലിയ സമവായത്തിൽ ഒപ്പുവെച്ചു. ഒരു പുതിയ ഒത്തുതീർപ്പ് വ്യവസ്ഥ അവിടെ ഉണ്ടായി. ഈ വ്യവസ്ഥകൾ ഇന്ന് ഹൈക്കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്യും. ഇനി ആ വ്യവസ്ഥകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 7 കുടുംബങ്ങൾക്കും അവർ ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയുടെ തൊട്ടുപിന്നിലായി 5 സെന്റ് ഭൂമി വീതം ശങ്കരൻ നായരുടെ കുടുംബം പൂർണ്ണമായും സൗജന്യമായി നൽകും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ആദ്യമേ കൊടുക്കും. 1 ഏക്കർ സ്ഥലം തിരിച്ചു കൊടുത്താൽ മതി. ഇവരിപ്പോൾ താമസിക്കുന്നതിന്റെ അവിടെ ഒരു 6-7 വീടുകൾ മാത്രമേ ഉള്ളൂ. ആ വീട് അവരെ വെക്കാനുള്ള സൗകര്യം ഒരുമിച്ച് ഒരു കോളനി പോലെ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. പക്ഷേ ഈഗോ, രണ്ടു കൂട്ടരും ഇങ്ങനെ കുത്തി ഇളക്കി ഈഗോ കൊണ്ട് നടന്നു. എത്ര പെട്ടെന്നാണ് ഇത് പരിഹരിക്കപ്പെട്ടത്. ഈ പുതിയ ഭൂമിയിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു വഴി സൗകര്യം വേണ്ടേ? ആ വഴി സൗകര്യം ഈ സ്ഥല ഉടമകൾ വിട്ടു നൽകുമെന്നാണ് പറയണേ. ഈ റോഡും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ സർക്കാർ നേരിട്ട് നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അതിലൊരു ഇടനില വേണ്ട. സർക്കാർ തന്നെ ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. 1000 ചതുരശ്ര അടിയിൽ കുറയാത്ത എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള വീടുകൾ, നല്ല വീടുകൾ. നമ്മുടെ വയനാട്ടിൽ ഉണ്ടാക്കിയ വീടിന്റെ കാര്യമല്ല പറയുന്നത്. അത് പുത്തുമല കവളപ്പാറയിൽ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ചോർന്നു. ഇപ്പുറത്ത് കൊടുക്കുന്നതിന് മുമ്പേ ചോരുന്നത് കണ്ടു. അത്തരത്തിലുള്ള വീടുകളുടെ കാര്യമല്ല പറയുന്നത്. നല്ല സൗകര്യമുള്ള ഉറപ്പുള്ള വീടുകൾ അത് സ്പോൺസർഷിപ്പ് വഴി സർക്കാർ മുൻകൈയെടുത്ത് ഈ കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകും. ഇഷ്ടംപോലെ ഉണ്ടെന്നേ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. സ്മൈൽ എന്ന പദ്ധതിയിലൂടെ അവിടെ കൊടുക്കാൻ ആളെ കണ്ടെത്തി. ആ നടപ്പിൽ എത്ര പേരുടെ കണ്ണീരാണ് ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നത് പുതിയ പാലക്കാട് MLA അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും പുതിയ വീടുകളുടെ പണി പൂർത്തിയായി. അതിന്റെ താക്കോൽ കൈമാറുന്നത് വരെ ഈ പരിയാത്തുകാവിലെ ഈ കുടുംബങ്ങളെ ആരും ഒഴിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലൂല. അവർക്ക് നിലവിലെ വീടുകളിൽ തന്നെ സുരക്ഷിതമായിട്ട് തുടരാം. അതായത് വളരെ പെട്ടെന്ന് തന്നെ വീടുണ്ടാവും. അതുവരെ അവർക്ക് സുഖമായിട്ട് താമസിക്കാമെന്ന്. എത്ര മനോഹരമായിട്ടുള്ള ഒരു തീരുമാനം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വീടുകൾ നിർമ്മിക്കുന്ന കാര്യമാണ്. അതിനാരെങ്കിലുമൊക്കെ നേതൃത്വം കൊടുക്കണം. പുതിയ വീട് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അത് വഴി ഉൾപ്പെടെയുള്ള മുഴുവൻ നടപടികളും അതിന്റെ മേൽനോട്ട ചുമതലയും ഒക്കെ മൂവാറ്റുപുഴ RTO, DYSP ഇവർക്കാണ് അതിന്റെ ചുമതലയും കൊടുത്തിട്ടുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏതെങ്കിലും ലീഡർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. ഇത്തരത്തിലൊരു സിവിൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കുടുംബ കേസ് വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ അമ്മായിയും തമ്മിലുള്ള ഒരു ചെറിയ വിഷയമായിരിക്കും. ഏതൊക്കെ തരത്തിലാണ് കേസ് ഉണ്ടാകുക? അവസാനം അത് സ്ഥലം അറ്റാച്ച് ചെയ്യുന്ന കേസിൽ വരെ എത്തും. ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം അങ്ങനെ കയറ്റിവെക്കും. എന്നതുപോലെ ഇത്തരത്തിലൊരു സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരുപാട് കേസുകൾ സിവിൽ ക്രിമിനൽ കേസുകളായിട്ടുണ്ടായിരുന്നു. അത്തരം കേസുകൾ പിന്നെ ഒരു തലവേദനയാണ്. ഇതിന്മേൽ പിടിച്ചിട്ടാണ് സത്യത്തിൽ ആദ്യത്തെ കേസ് നീണ്ടു പോണത്. കാര്യം അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ട്. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമം അവർക്ക് അനുകൂലമായി നിൽക്കുന്നുള്ള മറ്റുള്ളവരുടെ ഒരു ഭയം, അതും ഒരു കാരണമാണ്. ഏതായാലും രണ്ടു കൂട്ടരും പരസ്പരം ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ സിവിൽ ക്രിമിനൽ കേസുകളും പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ അവർ തമ്മിൽ ധാരണയായി എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. മറ്റേത് കാര്യത്തെക്കാളും അവരെ തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റില്ല. അപ്പൊ അതിനൊരു പരിഹാരം വേണം. അതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. അത് അവർ അംഗീകരിച്ചു. പുനരധിവാസം ഉറപ്പാക്കാതെ ഒഴിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് കണ്ട് പൊതുസമൂഹവും സോഷ്യൽ മീഡിയയും ഒക്കെ ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുകയും ചെയ്തു. ഇവിടെ നിരാശപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഈ പ്രശ്നം വഷളാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി കാത്തുനിന്ന ഒരു വിഭാഗമാണ്. അവർ ഇപ്പോഴും പരമാവധി പരിശ്രമിച്ചു നോക്കി. പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വിഷയമായി തീരും എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ രണ്ടു കൂട്ടർക്കും സാധിച്ചപ്പോൾ ആ പറയുന്ന കുത്തിത്തിരിപ്പിനെയും ആ ഇടങ്കോലിടലിനെയും ഒക്കെ അതിജീവിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ശാശ്വതമായ സമാധാനപൂർവമായ ഒരു പരിഹാരം അവിടെ ഉണ്ടാവുകയും ചെയ്തു. Different angles. Don't forget to subscribe and support this channel.